എല്ലാവർക്കും PSC ഹെൽപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇടുക്കി ജില്ലയിലെ LPST 709/2023 കാറ്റഗറിയിലെ ഫസ്റ്റ് അഡ്വൈസ്, അതായത് അത് വന്നിരിക്കുന്നത് 10/9/2025 10/9/2025 വന്നിട്ടുള്ള ഫസ്റ്റ് അഡ്വൈസിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ്. ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, ഇനി അടുത്ത അഡ്വൈസിൽ ഏതൊക്കെയാണ് വരാനുള്ളത്, ഏതൊക്കെയാണ് DA വിഭാഗത്തിൽ പെൻഡിങ് ഉള്ളത് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ 10/9/2025 വന്ന ഈ അഡ്വൈസിൽ മൊത്തത്തിൽ 6 ഒഴിവുകളാണ് ഉള്ളത്. അതിൽ 3 ഫ്രഷ് ഒഴിവാണ്, 3 അൺഫിൽഡ് DA ആണ്. ഈ അൺഫിൽഡ് DA എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ അഡ്വൈസ് അവരുടെ ടേൺ വന്ന സമയത്ത് റാങ്ക് ലിസ്റ്റിൽ ആളില്ലാത്തതിനാൽ അവിടെ അൺഫിൽഡ് ആയി കിടക്കുന്ന, അത് പാസ് ഓവറായി വന്നിട്ടുള്ള DA വിഭാഗത്തിനുള്ള ഒഴിവുകളാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഫസ്റ്റ് അൺഫിൽഡ് DA കാറ്റഗറീസിന് വന്നിട്ടുള്ള 3 ഒഴിവുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇത്. 2022 വന്നിട്ടുള്ളത്, 2024, അതുപോലെ 2025 വന്ന 3 ടേണുകളാണ് പെൻഡിങ് ഉള്ളത്. ഇത് ഒന്നാമത്തെ ടേൺ LV കാർക്കുള്ള ഒഴിവാണ്, 2 HIക്കുള്ളതാണ്, 3 LD വിഭാഗത്തിലുള്ളതാണ്. 3 ടേണുകളാണ്. സീരിയൽ നമ്പർ കണ്ടറിയാം. സീരിയൽ നമ്പർ 301 LV ടേൺ ആണ്, 34 HI ടേൺ ആണ്, 67 LD വിഭാഗത്തിലുള്ള ടേൺ ആണ്. അങ്ങനെ ഈ 3 വിഭാഗത്തിന് വന്ന ആൾക്കാരില്ലാത്തതിനാൽ റിസർവ് ചെയ്ത് വെച്ചിരുന്ന ഒഴിവാണ്. ബാക്കിയുള്ളത് 3 ഫ്രഷ് ഒഴിവുകളാണ്. അതായത് 1/2/1/2025 റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഒഴിവ്, 3 ഒഴിവുകളാണ്. അത് വരുന്നത് 1/6/2025 അതുകൊണ്ടാണ് അത് ഈ റാങ്ക് ലിസ്റ്റിലേക്ക് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ 3 ഫ്രഷ് ഒഴിവുകളും 3 അൺഫിൽഡ് DAയുമാണ്. ഇനി നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ, മെയിൻ ലിസ്റ്റിൽ മൊത്തത്തിൽ 149 പേരാണ്. നമ്മുടെ DA വിഭാഗത്തിൽ എത്ര പേരാണ് ഉള്ളതെന്ന് നോക്കാം. DA വിഭാഗത്തിൽ LV കാറ്റഗറിയിൽ 3 ആൾക്കാരാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിലുള്ളത്. HIയിൽ ആരും തന്നെ ഇല്ല, അതുപോലെ MDയിലും ആരും തന്നെ ഇല്ല, പിന്നെ LDയിൽ ഒരാളുള്ളത്. അങ്ങനെ മൊത്തത്തിൽ 4 പേരാണ് നമ്മുടെ മൊത്തം DA കാറ്റഗറിയിൽ റാങ്ക് ലിസ്റ്റുള്ളൂ. HI വിഭാഗത്തിനും MD വിഭാഗത്തിനും റാങ്ക് ലിസ്റ്റിൽ ആളില്ല. അതുപോലെ നമ്മുടെ അഡ്വൈസിൽ ഒരു NJD ഒന്നും തന്നെ ഇല്ല. ആരും ജോയിൻ ചെയ്യാത്ത ആരും, അഡ്വൈസ് കൊടുത്തിട്ട് ജോയിൻ ചെയ്യാത്ത ആരും ഇല്ല. അതുപോലെ TPO ടേൺ 2 ആണുള്ളത്, ഒന്ന് EBTക്കും ഒന്ന് STക്കും ആണുള്ളത്. അപ്പോൾ നമ്മുടെ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുക 45 OCയിലാണ് കംപ്ലീറ്റ് കഴിഞ്ഞ അഡ്വൈസ് പോയത്. അതുകൊണ്ട് 46ലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതുപോലെ ഇതിനു മുൻപ് TPO ടേണുകൾ ഉണ്ടെങ്കിൽ അതാണ് ആദ്യം അഡ്വൈസ് ചെയ്യുക. അതിനേയും മുൻപ് DA കാറ്റഗറിക്കാർക്ക്, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആൾക്കാർക്കുള്ള റിസർവേഷനിൽ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അതാണ് അതിന് ഏറ്റവും ആദ്യം അഡ്വൈസ് പോവുക. അപ്പോൾ നമുക്ക് 3 പെൻഡിങ് കാറ്റഗറിക്കാരുണ്ട്. DA കാറ്റഗറിയിൽ 3 പെൻഡിങ് ഒഴിവുകളുണ്ട്. അതിലൊന്നാമത്തെ ഒഴിവാണ് ഇവിടെ ആദ്യമായിട്ട് അഡ്വൈസ് പോയിട്ടുള്ളത്. സീരിയൽ നമ്പർ 301, അതേ സീരിയൽ നമ്പറായിരിക്കും ഇവിടെയും കൊടുക്കുക. 301-ൽ DA LV കാരന് പെൻഡിങ് ഉണ്ടായിരുന്ന ഒഴിവാണ്. ഇത് 2023 അഡ്വൈസ് കൊടുത്തിരുന്നത്. അന്ന് റാങ്ക് ലിസ്റ്റിൽ ആളില്ലാത്തതിനാൽ പെൻഡിങ് വെച്ചിരുന്ന ഒഴിവാണ്. അതുപോലെ 334 സീരിയൽ നമ്പറിൽ, നമ്മൾ ഇപ്പോഴത്തെ സീരിയൽ നമ്പർ 395 അപ്പോൾ 334 സീരിയൽ നമ്പറിൽ HI വിഭാഗത്തിന് പെൻഡിങ് ഉണ്ടായിരുന്ന ഒരു ഒഴിവാണ് ഇത്. അന്ന് HI കാരനില്ലാത്തതിനാൽ മാറ്റി വെച്ചിരുന്നതാണ് 2024. DA കാറ്റഗറിയിലെ ഒഴിവുകളുടെ ഒരു പ്രത്യേകത, ആദ്യ പ്രാവശ്യം ആ കാറ്റഗറിയിൽ ആളില്ലെങ്കിൽ അത് റിസർവ് ചെയ്ത് അടുത്ത റാങ്ക് ലിസ്റ്റ് നിന്ന് കൊടുക്കാൻ വേണ്ടി മാറ്റിവെക്കും. ഇനി അടുത്ത റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അതിലും ആ വിഭാഗത്തിൽ ആൾക്കാരില്ലെങ്കിൽ അത് DA കാറ്റഗറിയിലുള്ള മറ്റു കാറ്റഗറിക്കാർക്ക് കൊടുക്കും. ഉദാഹരണത്തിന് ഇവിടെ HI കാറ്റഗറിയിൽ ആളില്ലാത്തതിനാൽ അത് DA LD വിഭാഗത്തിന് പാസ് ഓവർ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ LD വിഭാഗത്തിന് പാസ് ഓവർ ചെയ്ത് അവിടെ അസൈൻ ചെയ്തതാണ് ഇവിടെ. ഇനി രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റിൽ LD, ഉദാഹരണത്തിന് ഇതിൽ LD വിഭാഗത്തിനും ആളില്ലെങ്കിൽ ഇതൊരു ഫ്രഷ് ഒഴിവായിട്ട് കണക്കാക്കി നോർമൽ റൊട്ടേഷനിലേക്ക് വരും. നമ്മുടെ ഓപ്പൺ കാറ്റഗറിക്കോ റിസർവേഷൻ കാറ്റഗറിക്കോ ഏതാണ് റൊട്ടേഷൻ വരുന്നത് എന്ന് വെച്ചാൽ അത് അവർക്ക് കൊടുക്കും. DA കാറ്റഗറിക്കാർക്ക് ആ ഒഴിവ് നഷ്ടപ്പെടും. പക്ഷേ ഇവിടെ LD വിഭാഗത്തിൽ ആളുണ്ടായിരുന്നാൽ അവർക്ക് അഡ്വൈസ് പോയി. ഇനി മൂന്നാമത്തേത് 367 സീരിയൽ നമ്പറിൽ വന്നിട്ടുള്ള 2025 8/5/2025 വന്ന റൊട്ടേഷൻ പ്രകാരമുള്ള ഒഴിവാണ്. അത്
LD വിഭാഗത്തിലുള്ളതാണ്. അതും ഇതുപോലെ തന്നെ LD വിഭാഗത്തിൽ ഇവിടെ പാളില്ലാത്തതിനാൽ അത് LV വിഭാഗത്തിന് പാസ് ഓവർ ചെയ്തു. ആദ്യം MDക്ക് പാസ് ഓവർ ചെയ്യും, MD ഇല്ല, അതുകൊണ്ട് വീണ്ടും അത് LVക്ക് പാസ് ഓവർ ചെയ്തു. അങ്ങനെ LV വിഭാഗത്തിലെ രണ്ടാമത്തെ ആൾക്കാർക്ക് അഡ്വൈസ് കൊടുത്തു. അങ്ങനെ മൊത്തത്തിൽ 3 പെൻഡിങ് ഉണ്ടായിരുന്ന 3 അഡ്വൈസുകളും പോയി. ഇനിയുള്ളത് 3 ഫ്രഷ് ഒഴിവുകളാണ്. 3 ഫ്രഷ് ഒഴിവുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സീരിയൽ നമ്പർ 395 സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, 395. ഇതൊക്കെ പഴയ അതേ സീരിയൽ നമ്പറാണ്, പെൻഡിങ് ഉണ്ടായിരുന്ന അതേ സീരിയൽ നമ്പറാണ് കാണിക്കുന്നത്. 395 സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ MD വിഭാഗത്തിലെ ആൾക്കാർ ആരുമില്ലാത്തതിനാൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അതിൻ്റെ നിയമം കൃത്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പുതിയ റാങ്ക് ലിസ്റ്റാണ് MD വിഭാഗത്തിനുള്ളത്. ഇനി MD വിഭാഗത്തിൽ നമുക്കിവിടെ ആളില്ലാത്തതിനാൽ നേരത്തെ ഇവിടെ ചെയ്ത മാതിരി ഇതൊക്കെ അന്ന് ആൾക്കാരില്ലാത്തതിനാൽ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന അതുപോലെ MD വിഭാഗത്തിന് ഇപ്പോൾ റിസർവ് അടുത്ത റാങ്ക് ലിസ്റ്റിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒഴിവ് ഈ റാങ്ക് ലിസ്റ്റിന് മറ്റു വിഭാഗത്തെ ഓപ്പൺ കാറ്റഗറിക്കോ റിസർവേഷൻ കാറ്റഗറിക്കോ ലഭിക്കുകയില്ല. അങ്ങനെ ഈ 3 ഒഴിവുകളും റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സീരിയൽ നമ്പർ 76, 176, 276. നമ്മുടെ റാങ്ക് ലിസ്റ്റിലെ സീരിയൽ നമ്പർ 397 ആയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഫ്രഷ് ഒഴിവും കൂടി MD വിഭാഗത്തിനുണ്ടാവും. അത് അടുത്ത അഡ്വൈസിൽ ആദ്യത്തെ അഡ്വൈസ് തന്നെ അവർക്ക് റിസർവ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ ഒരു ഒഴിവ് കൂടി MDക്ക് കൊടുക്കാനുണ്ട്. ഇനി അത് അടുത്ത അഡ്വൈസിൽ വരും. അതിനുശേഷമായിരിക്കും TPO സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യും. TPO നേരത്തെയുള്ള അതേ TPO തന്നെ 2 TPO. അതുകൊണ്ട് ഇനി അടുത്ത അഡ്വൈസിൽ ആദ്യത്തെ ഒരൊഴിവ് MD കാറ്റഗറിക്കാരന് റിസർവ് ചെയ്ത് വെച്ചിരിക്കും. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് അഡ്വൈസ് പോവുക EBTക്ക് ആയിരിക്കും, പിന്നെ STക്ക് ആയിരിക്കും. അതിനുശേഷം നമ്മുടെ റൊട്ടേഷൻ പ്രകാരമുള്ള അഡ്വൈസുകൾ പോകും. ഇത്രയുമാണ് ഈ അഡ്വൈസ് ലിസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കുക.